കാനഡയിൽ ജോലി കിട്ടാത്ത ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ജോബ് മാർക്കറ്റ് ഡൗൺ ആയിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ PR റൂൾസ്, ഇമിഗ്രേഷൻ റൂൾസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ വരുന്നു. കാനഡയിൽ ഓൾറെഡി വന്ന ആൾക്കാരും ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേർണി ഓഫ് റോസ്. വീഡിയോ കാണാം. കോവിഡിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇൻക്രീസ് ആയതാണ്. ടെമ്പററി പോപ്പുലേഷൻ, സ്റ്റുഡൻസ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, പിന്നെ ടെമ്പററി വർക്കേഴ്സ്, അവരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയി. ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഹൗസിംഗ് പ്രൈസ്, റെൻറ്റ്, ജോലിയില്ലാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ നമ്മളെ ഭക്ഷണം, റെസ്റ്റോറൻറ്റ് പ്രൈസ്, ഗ്രോസറി പ്രൈസ് എല്ലാം ഇൻക്രീസ് ആയി. ജോലി മാത്രം കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കാനഡയ്ക്ക് താങ്ങാനാവുന്നതിലധികം ആൾക്കാരെ ഒറ്റയടിക്ക് കാനഡയിലേക്ക് വന്നതോടെ ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇഷ്യൂസ് ക്രിയേറ്റ് ആയി. ഹൗസിങ്, ഹെൽത്ത് കെയർ, ക്രൈം റേറ്റ് ഹൈ ആയി. അങ്ങനെ പല കാര്യങ്ങളിലും പെട്ടെന്ന് തന്നെ മാറ്റം വന്നു. നോട്ടബിൾ മാറ്റമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കാനഡിയൻസിനെ സംബന്ധിച്ചെടുത്താൽ അത് വളരെ വലിയ രീതിയിൽ മാറ്റം വന്നു. ഡൗൺ ആയി. വളരെ പല സർവേയിലും കാനഡയുടെ സ്ഥാനം ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, കോവിഡിന് ശേഷം വന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, വർക്കേഴ്സ്, അതുമായി റിലേറ്റ് ചെയ്തുള്ള പല രീതിയിൽ ഇമിഗ്രേഷൻ വെച്ചിട്ടാണെങ്കിൽ റൂൾസിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. അത് ടെമ്പററി ആയിട്ട് കാനഡയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ആൾക്കാരെയും ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി മെയിനായിട്ട് സ്റ്റുഡൻസ് കാര്യങ്ങൾ, നാട്ടിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർ നോക്കുന്ന ഒരു കാര്യമാണ്. എക്സ്പ്രസ് എൻട്രിയിൽ പോയിൻറ്റ്സ് 500-ന് മേലെയാണ്. വളരെ വലിയ മാറ്റം വന്നു. പലർക്കും അത് ഒരു പോയിൻറ്റ്സ് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത്രയും ഹൈ പോയിൻ്റ് ആയിട്ടുണ്ട്. അതിൽ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് വീക്സ് മുന്നേ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ജോബ് ഓഫറിൻ്റെ പോയിൻറ്റ്സ് 50-200 പോയിൻറ്റ്സ് വരെയുള്ളത് LMIA പോയിൻറ്റ്സിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ജെന്യൂൻ ആയിട്ടുള്ള അപ്ലിക്കൻസിന് നല്ല കാര്യമാണ്. എക്സ്പ്രസ് എൻട്രി പോയിൻറ്റ്സ്, CRS സ്കോർ കുറയും. അതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് 450 പോയിൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് 50 പോയിൻ്റ് ജോബ് ഓഫറിന് കിട്ടി, 500 ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി വിളിക്കുന്നത് അധികം ആൾക്കാരും ഈ ജോബ് ഓഫറുള്ള അല്ലെങ്കിൽ LMIA കിട്ടിയ ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ 450, 470, 480 പോയിൻറ്റ്സ് ഉള്ള ആൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നു. 500 താഴെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ ഒരു സിസ്റ്റം ഒഴിവാക്കിയത് കൊണ്ട് ഇനി നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കോർ, എക്സ്പ്രസ് എൻട്രിയിൽ വിളിക്കുന്ന സ്കോർ ഇനി കുറയും. ഫ്യൂച്ചർ ഇനി അടുത്തടുത്ത ഡ്രോസിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് എൻട്രിയിലെ സ്കോർ കുറഞ്ഞു വരും. അത് തൊട്ടടുത്ത ഡ്രോയിലുള്ള കാര്യമല്ല, ഫ്യൂച്ചർ അത് സ്റ്റുഡൻസിനെല്ലാം നല്ലൊരു കാര്യമാണ്. ഇനി ജോലി ഓൾറെഡി വർക്ക് പെർമിറ്റുള്ള ആൾക്കാർക്കെല്ലാം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെ April 28-ന് ഇലക്ഷനാണ്. അതിനുശേഷം ലിബറൽ ആണോ കൺസർവേറ്റീവ് ആണോ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് ഒരു വേറെ ഡിപ്പാർട്ട്മെൻ്റായിട്ട് തന്നെ വെക്കാം. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നാൽ നോർമലായിട്ട് ഇവിടെ വരുന്നു, പഠിക്കുന്നു, നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നു, നമ്മൾ PR അപ്ലൈ ചെയ്യുന്നു, നിൽക്കുന്നു. അങ്ങനെയായിരുന്നു സിറ്റിസൺഷിപ്പ്. അതായിരുന്നു ഒരു പ്രോസസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഒരു ഗ്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നു, നമുക്ക് സ്റ്റേ ബാക്ക് അപ് ടു 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നു. അതിനുശേഷം PR എന്നുള്ളത് വളരെ രീതിയിൽ അകന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ നമുക്ക് PR കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ എക്സാമ്പിൾ കാര്യങ്ങളുണ്ട്. തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അപ്ലിക്കേഷനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പോവും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഗവൺമെൻറ് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ നമ്മൾ ആരാണെങ്കിലും ഇവിടെ വരുന്നത് PR കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയും ചൂസ് ചെയ്തിട്ടാണ്. വളരെ കുറച്ച് ശതമാനം മാത്രമാണ് പഠിക്കുക, തിരിച്ചു പോകാന്നുള്ള ഒരു ഇതിൽ മാത്രം വരുന്നത്. കാരണം അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഇൻസ്റ്റ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വീഡിയോസ് പലതും കാണാം. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ
സ്റ്റുഡൻ്റായിട്ടെല്ലാം വന്ന ആൾക്കാർ വർക്ക് പെർമിറ്റ് കിട്ടി അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഇവിടുത്തെ പ്രൈസ്, ജീവിത ചെലവ് കാര്യങ്ങളെല്ലാം വളരെ രീതിയിൽ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സേവിങ്സ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുന്നു, വേറെ പല രാജ്യങ്ങളിലേക്ക് മാറി നോക്കുന്നു. അങ്ങനെ പോകുന്നൊരു കാറ്റഗറി ഉണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു കാറ്റഗറിയല്ല. സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് കാലാവധി കഴിഞ്ഞിട്ട് നിങ്ങൾ പലരും തിരിച്ചു പോകുന്ന എനിക്കറിയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയുന്ന 2 പേര് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവരുടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ആൾക്കാരാണ്. കോഴ്സ് കഴിഞ്ഞു. ആ ഒരു ഫീൽഡിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ജോലി കിട്ടാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പ്രസ് എൻട്രി വെക്കാൻ പറ്റിയില്ല, PNP ഓപ്ഷൻ നടന്നില്ല, മറ്റു പല രീതിയിൽ ഉള്ള കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ട്. 2 പേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ എക്സ്പ്രസ് എൻട്രിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ പോയി വേറെ ജോലി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും എക്സ്പ്രസ് എൻട്രിയിൽ ഫയൽ വെച്ചിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് വരുന്ന സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടുള്ളൊരു യാത്ര വീണ്ടും നടക്കും. പക്ഷേ പല ആൾക്കാർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ ഒരു ഘട്ടം ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പ്രശ്നമായിരിക്കും PR. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണുള്ളത്, ഇനി എത്ര നാൾ കാനഡയിൽ നിങ്ങൾക്ക് ലീഗലി നിൽക്കാൻ പറ്റും, ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് PR എങ്ങനെ നേടിയെടുക്കാം, അതിനുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾ നോക്കണം. PNP ഓപ്ഷൻ ഒണ്ടാരിയോ ആണെങ്കിൽ ഒണ്ടാരിയോയിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിലെ സ്കോറ്, ആ മാക്സിമം സ്കോർ നമുക്ക് എടുക്കാൻ നോക്കുക. ഫ്യൂച്ചറിൽ സ്കോർ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നോക്കാം. പിന്നെ പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം. പക്ഷേ നിങ്ങൾക്ക് 2 വർഷമാണ് ഇനി ഇവിടെ നിൽക്കാനുള്ളതെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യുക. കറക്റ്റ് ജോലി നോക്കുക, വർക്ക് എക്സ്പീരിയൻസ് ആക്കുക, പോയിൻറ്റ്സ് ആക്കുക. ഇല്ലെങ്കിൽ PNP ഓപ്ഷൻ ഏതെങ്കിലും ഓപ്ഷൻ നോക്കിയിട്ട് കയറി PR പിടിക്കാൻ നോക്കുക. ഇനി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാനഡയിലെ ഹൈ ഡിമാൻഡായിട്ടുള്ള, ഇൻ ഡിമാൻഡായിട്ടുള്ള, ഇൻ ഫ്യൂച്ചർ PR പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളും മാത്രം എടുത്തിട്ട് വരിക. ഓൾറെഡി നിങ്ങൾ കാനഡ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാനഡയിലേക്ക് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള പല കോളേജിലും സീറ്റ് കോളേജുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ പല കോളേജസ് നമ്മളെ നാട്ടിൽ നിന്നെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഏജൻസികൾ ഡയറക്റ്റായിട്ട് കയറ്റി വിട്ടുകൊണ്ടിരുന്ന പല കോളേജുകളും പൂട്ടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞു. അതിനുള്ള റീസൺസ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിങ്ങൾക്കറിയാം, പല രീതിയിലുള്ള ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള റൂളിൻ്റെ മാറ്റങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കാനഡ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് പ്രോഗ്രാം PR വരെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ നോക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരാൻ നോക്കണം. ജോലി കിട്ടുന്നില്ല, അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടൊരു കോളോ വന്നായിരുന്നു, ജോബ് ഓഫർ ലിങ്ക്ഡിൻ വഴിയാണ് കിട്ടിയത്. അതുകൊണ്ട് ലിങ്ക്ഡിനിലെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക. ലിങ്ക്ഡിൻ വഴി ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് മെയിൽ വന്നു. ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കമ്പനി കേൾക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പോയി ഓണറായിട്ടായിരുന്നു, ഡയറക്റ്റ് കണ്ടു, സംസാരിച്ചു കാര്യങ്ങളെല്ലാം. കാരണം ലിങ്ക്ഡിൻ എനിക്ക് ഓൾറെഡി കണക്ഷൻസ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു. ഞാൻ സംസാരിച്ചു, കാര്യങ്ങളിലായി. എന്നോട് പറഞ്ഞു ജോയിൻ ചെയ്തോന്ന് വരെ പറഞ്ഞു. പക്ഷേ ഈ താരിഫിൻ്റെ പ്രശ്നം വന്നു. അതിനുശേഷം അവർ പറയുന്നത് പറഞ്ഞാൽ കുറച്ചുകൂടി അവർക്ക് ടൈം വേണം. ഹയറിങ് കുറച്ച് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് 1-2 കമ്പനിയല്ല, പല കമ്പനി. എനിക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എൻ്റെ ഒരു ജോബ് ഇൻ്റർവ്യൂ കഴിഞ്ഞത് അവിടെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഫ്രണ്ട്, അവന് സ്റ്റുഡൻ്റായിരുന്നു, അവൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി ഞാൻ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്, അതും അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കറിയുന്ന കുറേ കമ്പനീസിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്, ലേ ഓഫ് കാര്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ല രീതിയിൽ ജോബ് ഓപ്പണിങ് വരേണ്ട ഒരു സമയമാണ്, അത് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് വന്നൊരു ജോബ് ഓഫറിൻ്റെ കാര്യം ഞാനിപ്പം പറഞ്ഞില്ലേ, അത് അടുത്ത ഒരു വീഡിയോയിൽ അതെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ജോലിക്ക് വേണ്ടി നോക്കുന്നൊന്നുമില്ല, ഇപ്പോൾ ഉള്ള കമ്പനിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷേ ജോലിക്ക് വേണ്ടി നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കറിയാം. അവർ നല്ല റെസ്യൂമേയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കറക്റ്റായിട്ട് മാക്സിമം റെഫറൻസ് കാര്യങ്ങളെല്ലാം അവർ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഓവറോൾ നമ്മൾ പണ്ട് കാനഡയിൽ വരുന്ന ഒരു പ്രോസസ്സിൽ
വളരെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കാനഡയിൽ വരുന്നു, പഠിക്കുന്നു, ജോലി കിട്ടുന്നു, PR കിട്ടുന്നു. കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. ആ ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വർക്ക് പെർമിറ്റുള്ള ഒരു കാലയളവില്ലേ, ആ കാലയളവിൽ നിങ്ങൾ നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റുന്നില്ല. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് PR അപ്ലൈ ചെയ്ത് PR കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൽ ഒരാൾ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക, ജോലി നേടുക, PR നേടുക. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടോപ്പിക്സിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കമൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. കെനിയ ഫ്രോസ്.